വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NUS സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിലെ 16th ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ തയ്യാറാക്കുന്ന ഒരു തുടക്കമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ അക്കൗണ്ടുകളും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഈ അക്കൗണ്ടുകളിലെ എല്ലാ ഡാറ്റാസും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു വർഷാവസാനം നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് തയ്യാറാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ബിസിനസ് റൺ ആയിട്ടുണ്ട്. അങ്ങനെ വർഷം ബിസിനസ് റൺ ആയി കഴിഞ്ഞാൽ ഏതൊരാൾക്ക് എന്തുണ്ടാവും, ഒരു ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ബിസിനസിന്റെ ആക്ടിവിറ്റി എത്രത്തോളമാണ്, നമുക്ക് ലാഭമാണോ നമുക്ക് നഷ്ടമാണോ, എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്നത് എന്നൊക്കെ അറിയാൻ അവർക്ക് അതിൻ്റെതായിട്ടുള്ള താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരിയഡ് വിച്ച് ഈസ് ജനറലി 1 year. This include income statement, അഥവാ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ ബാലൻസ് ഷീറ്റ്. അഥവാ ഒരു അക്കൗണ്ടിംഗ് പീരിയഡിന്റെ അവസാനത്തിൽ, പൊതുവെ നമ്മളൊരു വർഷകാലമാണ് പൊതുവെ നോർമലി നമ്മൾ കണക്കാക്കാറുള്ളത്. അപ്പോൾ ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാന സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റുകളാണ്, മീൻസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ജനറലി അത് 3 അക്കൗണ്ടുകളായിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് അസർട്ടൈൻ ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ബിസിനസ് ഓപ്പറേഷൻസിന്റെ റിസൾട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ബിസിനസ് ഒരു വർഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു വർഷം നമ്മുടെ ബിസിനസ് ചെയ്ത ആക്ടിവിറ്റികളുടെ റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് അസർട്ടൈൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെ, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് കൺസേൺ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് വിച്ച് ഈസ് ജനറലി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരിയഡ്. അതായത് നമ്മുടെ ബിസിനസിന്റെ സ്ഥിതി ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കറന്റ് ഇയറിലെ സ്ഥിതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫിനാൻസ് ആൻഡ് ബിസിനസ് യൂണിറ്റ് വിച്ച് ഹെൽപ്സ് ദ ഫിനാൻസ് മാനേജർ ടു പ്ലാൻ ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് മേക്കിംഗ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദ ഫണ്ട്സ്. അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷത്തിലെ മുഴുവൻ ചെലവുകളും ചെലവുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ സ്ഥാപനത്തിലെ മറ്റു ഡിപ്പാർട്ട്മെന്റ് ആളുകൾക്കൊക്കെ ഈ ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ്. അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഹെൽപ്സ് ഇൻ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതായത് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്, അവർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൂടി അവർക്ക് എന്ത് ചെയ്യാൻ, ഒരുപാട് മാനേജറിയൽ ആയിട്ടുള്ള ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ കഴിയും. അതായത് ഇനിയിപ്പോൾ ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ ലാഭം വർദ്ധിപ്പിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കൂടുതൽ ചെലവുകൾ വന്നിട്ടുള്ള എവിടെയാണ് പോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇതിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇൻഡെക്സ് ഓഫ് സോൾവൻസി ഓഫ് ദ കൺസേൺ, നമ്മുടെ സ്ഥാപനം സോൾവൻസിയിലാണ്, മീൻസ് ഇൻസോൾവെന്റ് ആയി മാറുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഇൻഡെക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കണക്കാക്കാം. നമുക്ക് അതിനനുസരിച്ച് ലക്ഷത്തിലോട്ട് പോകണമെന്നില്ല എന്താവും, നമുക്ക് ഇൻസോൾവെന്റ് ആയിട്ട് മാറും അല്ലെ, പാപ്പരാവും അല്ലെ. അപ്പൊ ആ ഒരു സംവിധാനത്തിൽ അതിനെ കുറിച്ചൊക്കെ ബോധേഡായിരിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് എന്ത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും. നമ്മൾ നോർമലി എക്സ്പെൻസും ഇൻകം അഥവാ റവന്യൂ ഒക്കെ മാത്രമേ കേട്ടുള്ളൂ. എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, അതുപോലെ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകം എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ refers to expenditure incurred for acquiring fixed asset or asset which increase the earning capacity of the business. അഥവാ നമ്മൾ അസറ്റുകൾ വാങ്ങാനോ അതല്ലാതെ നമുക്കൊരു ഏർണിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു അസറ്റിനെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതിനെ അല്ലെങ്കിൽ ചെലവഴിക്കുന്ന ഒരു അമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. അഥവാ ഇപ്പോൾ അതായത് നമുക്ക് എന്തുണ്ട്, നമുക്ക് ഒന്നിൽ കൂടുതൽ വർഷം അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനം കൂടി ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ എന്ത് ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫണ്ട് ചെലവഴിച്ചു, നമ്മൾ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. കാരണം എന്താണ്, നമ്മൾ ഒരുപാട് വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബിൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ബിൽഡിംഗ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, നമുക്ക് ഭാവിയിൽ കൂടുതൽ പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ബിൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മെഷീനറീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം.
ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഓൺ ദ അതർ ഹാൻഡ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ദ കോസ്റ്റ് ഓഫ് നോർമൽ ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് എ കൺസേൺ ആൻഡ് ഇറ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആർ അവൈൽഡ് ഓഫ് ഡ്യൂറിംഗ് ദ സെയിം അക്കൗണ്ടിങ് ഇയർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നോർമൽ ആ ഒരു വർഷത്തിൽ ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് വരുന്ന ചെലവുകളെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്ന ഫണ്ടിനെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. എക്സാമ്പിൾ ആയിട്ട് സാലറി, അതുപോലെ തന്നെ റെന്റ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം സാലറീസ് എന്തിനാണ് ആർക്കാ കൊടുക്കുന്നത്? എംപ്ലോയീസിനാണ്. എംപ്ലോയീസ് എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലാഭം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ഫണ്ടുകളെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷം വരുന്ന ചെലവുകളാണ്. ഓക്കെ, നമുക്ക് ഒന്നിൽ കൂടുതൽ വർഷം ആയിരിക്കില്ല ഇതിന്റെ ചെലവുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ആ ഒരു കറന്റ് ഇയറിൽ അതിൽ വന്നുകൊണ്ട് അത് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റിനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതിന്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ഇൻകേർഡ് ഫോർ അക്വയറിംഗ് അസറ്റ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അസറ്റ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളതാണ്, മീൻസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻകേർഡ് ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് ഫിക്സഡ് അസറ്റ്. നമുക്ക് ഫിക്സഡ് അസറ്റുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ എന്ത് ചെയ്യാൻ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടുകൾ. നെക്സ്റ്റ്, ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. നമുക്ക് ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇറ്റ് മെയിൻറ്റെയിൻ ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് ഇൻടാക്ട്. നമുക്ക് ബിസിനസ് നിലനിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആർ സ്പ്രെഡ് ഓവർ ദ നമ്പർ ഓഫ് ഇയേഴ്സ്. കൂടുതൽ വർഷം നമുക്ക് അത് ഉപയോഗിക്കാം, അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇറ്റ് ബെനിഫിറ്റ്സ് അക്വർ ഓൺലി ഇൻ വൺ അക്കൗണ്ടിങ് ഇയർ. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് അക്വർ ആകുന്നത് എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് an item of balance sheet and shown as the item of asset. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എന്താണ് അസറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണിക്കുന്നത്. ബിൽഡിങ്സ്, മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ നമ്മൾ എന്താണ് അസറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് an item of trading and profit and loss account and it is shown on the debit side of either of the two. അപ്പൊ ഇത് എന്താണ്, നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കാണിക്കുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഇസ് നോട്ട് ഓക്കറിംഗ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് യൂഷ്വലി റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്നും കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇനി പറയുന്ന ഒരു ഭാഗമാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ്. അപ്പൊ ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കാം. സോ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കോഴ്സ് ഓഫ്, അതായത് ഒരു ബിസിനസ്സിന് നോർമൽ ആയിട്ട് ഇൻകം ഗെയിൻ ചെയ്യുന്ന സോഴ്സുകളുണ്ട് അല്ലെ. ഒന്നാമത്തെ ഉദാഹരണമാണ് സെയിലിലൂടെയാണല്ലോ ഒരു ബിസിനസ് നോർമലി ഇൻകംസിൽ ഏൺ ചെയ്യുക. പക്ഷെ അതല്ലാതെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുന്നത്, നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മുടെ കയ്യിലുള്ള അസറ്റ് നമ്മൾ വിൽക്കുകയാണ്, അതിന് നമ്മൾ നോർമൽ ഇൻകം ആയിട്ട് കാണിക്കില്ല, നോർമൽ റെസിപ്റ്റ് ആയിട്ട് കാണിക്കില്ല, നമ്മൾ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, ചെറിയ കേസുകളൊക്കെയാണ് നമുക്ക് പൊതുവെ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ വരാനുണ്ടായിരിക്കുക. ഇനി റവന്യൂ റെസിപ്റ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റവന്യൂ റെസിപ്റ്റ്സ് ആർ റെസിപ്റ്റ്സ് വിച്ച് അറൈസ് ഡ്യൂറിംഗ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെയാണ്, റെസിപ്റ്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണ്, ഒന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആണ് അല്ലെ. സെയിൽ ഓഫ് ഗുഡ്സ് നമ്മൾ നോർമൽ സെയിലാണ്. അതുപോലെ തന്നെ റെന്റ് നമ്മൾ എന്തെങ്കിലും റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെന്റ് അങ്ങോട്ട് പേയ്മെന്റ് ചെയ്യില്ല, നമ്മൾ എന്തെങ്കിലും റെന്റിന് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഫണ്ട് വരുന്ന രീതി. അതുപോലെ തന്നെ ഡിവിഡന്റുകൾ കിട്ടുക, ഇൻട്രസ്റ്റ് കിട്ടുക, പോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. അപ്പൊ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് നമ്മൾ ഇനി എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമ്മുടെ ഈ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.